എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഓണം സ്പെഷ്യൽ നേന്ത്രപ്പഴം പുളിശ്ശേരിയാണ് ഇന്നത്തെ റെസിപ്പി. ചില സ്ഥലങ്ങളിൽ നേന്ത്രപ്പഴം കാളൻ എന്നും പറയും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ ട്ടോ. മധുരക്കറി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടാവും. അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പുളിശ്ശേരിക്ക് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നമ്മൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കുക. നല്ല മധുരമുള്ള പഴം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത്രയും കൊണ്ട് നമ്മളിന്ന് തയ്യാറാക്കുന്നില്ല. ഇതിൽ നിന്ന് 2 എണ്ണം കൊണ്ടാണ് നമ്മൾ ഇന്ന് പുളിശ്ശേരി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ നേന്ത്രപ്പഴമാണ് നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. തീരെ പൊടി പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് എളുപ്പം തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും. മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ്, ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് തിളച്ച് കഴിയുമ്പം, ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഒന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അങ്ങിട്ട് കൊടുക്കുക. ഇതിൽ വേണം നമുക്ക് നേന്ത്രപ്പഴം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം കൊടുക്കുമ്പം എത്രയാണോ നേന്ത്രപ്പഴം എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നേന്ത്രപ്പഴമാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, നേന്ത്രപ്പഴത്തിന് മധുരമുള്ളതാണ് എങ്കിലും അല്പം ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നേന്ത്രപ്പഴം ഒന്ന് വെന്ത് കിട്ടട്ടെ. ആ സമയം കൊണ്ട് ഇതിനകത്തേക്കുള്ള അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് അരമുറി നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് ജീരകം 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആവാം. പക്ഷെ ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലും താഴെയാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഒരു പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. പുളിശ്ശേരി, കാളൻ ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് പ്രധാനമായിട്ട് വേണ്ടത് തൈരാണ്. തൈര് എടുക്കുമ്പം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അതുപോലെ കുറേ നാൾ ഫ്രിഡ്ജിൽ വെച്ച തൈര് എടുക്കരുത്. 2 ദിവസത്തിന് മുമ്പ് ഒഴിച്ച തൈര് എടുക്കുക, ഒരു ബൗള്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന പഴമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പഴം 2 രീതിയിൽ എടുക്കാം കേട്ടോ. പഴം ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല വെച്ചാൽ നല്ല പോലെ വെന്ത് ഉടച്ചെടുക്കാം. ഞാൻ ഇന്ന് അങ്ങനെ ഒരുപാട് ഉടച്ചെടുക്കുന്നില്ല. ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരം അരയ്ക്കുമ്പം വെള്ളം ഒഴിച്ചിട്ടുള്ള അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കരുത്. ഇതുപോലെ നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക. അത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാളനൊക്കെ നമുക്കറിയാം, ഇലയിൽ വിളമ്പുമ്പം ഒഴുകി പോവാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് അല്പം വെള്ളം, ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓണം സ്പെഷ്യൽ റെസിപ്പീസ് കുറച്ച് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയുടെ എൻഡിലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റെങ്കിലും ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ നമുക്ക് ഈ കറി കിട്ടേണ്ടത്. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണേ. ഈ ഒരു പാകമായി കഴിയുമ്പം ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ഒരു ബൗള് തൈര്, അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒട്ടും തന്നെ തിളപ്പിക്കരുത് കേട്ടോ. ആ മൺചട്ടിയുടെ ചൂടുണ്ട്, അതിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് 3-4 ദിവസമൊക്കെ കഴിക്കാം. ഒട്ടും തന്നെ കേടുവരില്ല. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കരുത് മാത്രം. ഇനി കറിയിലേക്ക് ഒന്ന് വറുത്തിടണം. വറുത്തിടുമ്പം നമ്മൾ വെളിച്ചെണ്ണയിലല്ല കേട്ടോ വറുത്തിടുന്നത്. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പം നെയ്യിൽ തന്നെ വറുത്തിടാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. 1.25 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് കടുകും
പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഉലുവപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കില്ല കേട്ടോ, ഉലുവ തന്നെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വറ്റൽമുളക് വറുത്തിടുമ്പം അത്യാവശ്യം നല്ലോണം വറുത്തിടുക. സാധാരണ നമ്മൾ കറികൾ വറുത്തിടുന്നതിനേക്കാളും കടുകും അതുപോലെ ഉലുവയും കറിവേപ്പിലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് വേണം കറിയിലേക്ക് വറുത്തിടാനായിട്ട്. ഇത് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അതാ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും ഓണാശംസകൾ. സന്തോഷമായിട്ടിരിക്കൂ. മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്